എറണാകുളത്ത് യുവാവിനെ വാഹനം പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. SRM റോഡിലാണ് ആക്രമണം നടന്നത്. കാറിന്റെ ബോണറ്റിന് മുകളിൽ കിടത്തി യുവാവിനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ കൊണ്ടുപോയി. വിവരങ്ങളുമായി ഇപ്പോൾ സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എപ്പോഴാണ് ഈ സംഭവം? ഈ ആക്രമണം നടത്തിയ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹരിത, 4 അംഗ സംഘമാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് പിന്നിലുള്ളത്. അതായത് SRM റോഡിന് സമീപമുള്ള ഒരു ഹോസ്റ്റലിൽ പെൺസുഹൃത്തുക്കൾക്കൊപ്പം പതിവായിട്ട് ലഹരി ഉപയോഗം നടന്നിരുന്നു. രാസലഹരി അടക്കം, മദ്യപാനവും രാസലഹരി അടക്കം ഉപയോഗിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെ നാട്ടുകാർ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതായത് പതിവായിട്ടുള്ള ലഹരി ഉപയോഗിച്ചതിന് ശേഷം സമീപ പ്രദേശങ്ങളിൽ അടക്കം ചെന്ന് ബഹളം വെക്കുന്നതും അതേപോലെ വഴക്കുണ്ടാക്കുന്നതും പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനെ നാട്ടുകാർ സംഘടിച്ച് ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് ഈ സംഘത്തിലുള്ള ഒരു യുവാവ് കത്തിയുമായി വന്ന് ഇതിനെ എതിർത്തവർക്ക് നേരെ വരികയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തെത്തിയ യുവാവിനെയാണ് കാർ ഇടിപ്പിച്ച് കൊല്ലാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്. അതായത് കാർ ഇടിപ്പിച്ച് ബോണറ്റിലേക്ക് തെറിച്ചു വീണ യുവാവിനെയും കൊണ്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം ഈ 4 അംഗ സംഘം, കാറിലുണ്ടായിരുന്ന 4 അംഗ സംഘമാണ്. ഈ 4 അംഗ സംഘം കാറിൽ പോയി അതായത് 1/2 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഈ യുവാവ് കാറിന്റെ ബോണറ്റിൽ നിന്നും താഴേക്ക് വീഴുന്നത്. ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് രാസലഹരിക്കും അതേപോലെ കഞ്ചാവ് മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ പോലീസ് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന വേളയിലാണ് പെൺസുഹൃത്തുക്കൾക്കൊപ്പം നഗരമധ്യത്തിൽ തന്നെ പതിവായിട്ട് ലഹരി പാർട്ടി നടക്കുന്നത്. ഇതിനെ പതിവായി നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. പോലീസിലടക്കം കേസ് കൊടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇതെല്ലാം അവഗണിച്ചാണ് ഈ ഒരു സംഘം അവിടെ പതിവായിട്ടുള്ള ലഹരി ഉപയോഗം നടത്തിയിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തതാണ് ഇത്തരം ഒരു പ്രകോപനം ഉണ്ടാക്കാനായിട്ട് കാരണം. ഈ കാർ ഓടിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ യുവാവ് കാറിന്റെ ബോണറ്റിൽ പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നോർത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കാറിൽ ഉണ്ടായിരുന്നവരുടെ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഹരിത. ശരി, സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.